ഹായ്, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. താങ്ക് യു. ഓച്ചിറയാണ് സ്ഥലം. ഓച്ചിറ എന്ത് ചെയ്യുന്നു? ഒരു ഷോപ്പുണ്ട്. ആഹാ അപ്പം നമ്മുടെ മെറ്റൽസ് ഷോപ്പാണ്, 3 സ്റ്റാർ മെറ്റൽസ്, ആഹാ ടെമ്പിൾ ഗ്രൗണ്ട്, ഓച്ചിറ. ഓക്കെ. അപ്പം ഈ ബിസിനസിന്റെ അതിനിടയ്ക്ക് അതെ അതെ നമ്മുടെ പാഷനാണ്, ആഗ്രഹമാണ്. അതെ, ആഗ്രഹം. ഓക്കെ. ഇക്കാസ് വൈചേട്ടാ, മൻസൂർ, അപ്പൊ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം അല്ലേ? യെസ്. എന്തൊക്കെയാണ് ചെയ്യാൻ പോണേ ഇന്ന്? അപ്പം 2 സ്പോട്ട് സ്പോട്ട് ഡബ്. സ്പോട്ടാണ്. ഓക്കെ. അപ്പം സ്പോട്ട് ഡബ് കാണാൻ ഞങ്ങൾ റെഡിയാണ്. ഓക്കെ. ആ കാണുന്നതാണ് ആ സ്പോട്ട് അവിടെ. യെസ്. ഓക്കെ. എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും അമ്മയെന്ന് പറഞ്ഞാൽ അമ്മ തന്നെയാണ്. എന്തൊക്കെ ചെയ്താലും ഒരുത്തി അമ്മയാവില്ല, വേറെ പലതുമാകും. നീ അവരെ ന്യായീകരിക്കരുത്. നീ അറിയാത്ത ഒരുപാട് നാറുന്ന ചരിത്രം നീ കാണുന്നതിന് മുൻപ് ഈ അലക്സാണ്ടറുണ്ടായിരുന്നു. ആർക്കും വേണ്ടാത്ത തറവാട്ടുകാരുടെ വരെ ആട്ടും തുപ്പും കൊണ്ട് തള്ളയുണ്ടായിരുന്നിട്ടും അവരെ അമ്മയെന്നൊന്ന് വിളിക്കാനും സ്വാതന്ത്ര്യമില്ലാതെ തന്തയില്ലാതെ വളർന്ന ഒരുത്തൻ്റെ വേദനയും അവൻ അനുഭവിച്ച അപമാനവും നിനക്ക് മനസ്സിലാവില്ല. ഐ ആം എ ബാസ്റ്റർഡ്. എൻ്റെ തന്തയാർന്നെന്നും എനിക്കറിയില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ജനിപ്പിച്ച കുറ്റത്തിന് കിട്ടുന്നിടത്ത് വെച്ച് ഞാൻ അയാളെ വെട്ടിക്കൊന്നാനെ. സ്വന്തം സുഖത്തിന് വേണ്ടി താൻ പ്രസവിച്ച കുഞ്ഞിനെ പോലും വലിച്ചെറിഞ്ഞ് വന്ന് വിളിച്ചവൻ്റെ കൂടെ പടിയിറങ്ങിപ്പോയവളാണ് ഇന്നിവിടെ കയറി വന്ന തള്ള. അന്നില്ലാത്ത പുത്രസ്നേഹത്തിൻ്റെ പുതിയ കഥയും പറഞ്ഞവിടെ കയറി വരുമ്പോൾ നീറയും കുന്തിരിക്കുകയും വെച്ച് അവർക്ക് ഓശാന പാടണോ? പറടാ. അമ്മയുണ്ടായിട്ടും അനാഥനായി വളരേണ്ടി വന്നവനാണ് ഞാൻ. അനാഥാലയത്തിൻ്റെ തിണ്ണയിൽ ഒരു നേരത്തെ കഞ്ഞിക്ക് കൈ നീട്ടി നിൽക്കുമ്പോൾ ഈ പുന്നാരത്തള്ള എവിടെയായിരുന്നു? കഞ്ഞി തന്ന കൈകൊണ്ട് കഴുത്തിലൊരു കുന്തയും കെട്ടി. അങ്ങനെ നായർ തറവാട്ടിൽ പിറന്ന വിനു അലക്സാണ്ടറായി. പറടാ, ഇവരാണോ തള്ള? ഇവരെയാണോ ഞാൻ പൂവിട്ട് തൊഴേണ്ടത്? ദാസനത് കൊണ്ടുപോകുവാണ്. ഏതൊരു കാന്താരമുണ്ടെങ്കിൽ മുമ്പോട്ട് വരാം. ദാസൻ ചട്ടമ്പിയെ ഞാൻ എവിടൊക്കെ അന്വേഷിച്ചു. എനിക്കൊരു ചെറിയ സഹായം വേണ്ടിയിരുന്നു. ചട്ടമ്പികൾ ആരെയും സഹായിക്കാറില്ല. കുത്തും കുടലെടുക്കും, അത്രേ ഉള്ളൂ. അത്ര എനിക്കും വേണ്ടു. കുത്തണം, പക്ഷെ കുടലെടുക്കണ്ട. മനസ്സിലായില്ല. ഒരു പാഠം പഠിപ്പിച്ചാ മതി. മനസ്സിലായില്ല. ആ രമേശൻ നായരനെ കുളം തോണ്ടി 500 1000 എന്താ വേണ്ട ചെയ്യാൻ തരാം. തന്നെ അവൻ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചു അല്ലേ? അവൻ കാരണം എനിക്ക് ജീവിക്കാൻ വയ്യെന്നായി. എങ്കിലും അവനെ ഇങ്ങ് കൊന്നേക്കാം. ഓ, അത് വേണമെന്നില്ല. കുറെ കാലത്തെങ്കിലും അവൻ എഴുന്നേറ്റ് നടക്കരുത്. ഇനി ഒരുത്തനെ ഇങ്ങനെ ദ്രോഹിക്കാൻ പാടില്ല. എങ്കിൽ കാല് രണ്ടും വിട്ട് കളയാം. പിന്നെ കണ്ണു കുത്തി പൊട്ടിക്കണോ? അതൊക്കെ ദാസൻ ചട്ടപ്പിടെ ഇഷ്ടം. എങ്കിൽ 1101 അത്രയും രൂപ തരണം. 1000 എൻ്റെ റേറ്റ്. 101 രൂപ കൂർണക്കാവിലെ ഭണ്ഡാരത്തിലിടാനാ പതിവ്. ഏറ്റു, എല്ലാം ഞാൻ ഏറ്റു. സൂപ്പറായിരുന്നു ചേട്ടാ, സൂപ്പർ. ഇനി എന്തൊക്കെയാ ചെയ്യുന്നേ? ഇനി മമ്മൂട്ടിയുടെ ഒരു ബിഗ് ബി എന്ന ചിത്രത്തിലെ ആ ഡയലോഗ് ഓക്കെ. നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറ് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. ഓക്കെ. കൈവെള്ളയിൽ കാലൻ്റെ കണക്കും ശരീരത്തിന് ലക്ഷ്യത്തിൻ്റെ വിലയുമിട്ടാണ് ഇത്ര കാലം ജീവിച്ചത്. മരണത്തിനും ജീവിതത്തിനും ഇടയിലെ ഒരു ഡെപ്യൂസ് കളിക്കാരനായിട്ടല്ല. സാറ് ജോർജ്, വണ്ടി കത്തിയാൽ നമ്പർ പ്ലേറ്റെങ്കിലും കിട്ടും. വീട്ടിൽ വരുന്നവരോട് മര്യാദയ്ക്ക് പെരുമാറണം. ടീച്ചറതാ ഞങ്ങളെ പഠിപ്പിച്ചത്. മരുപ്പിനുള്ള വടയും ചായയും തരുന്നുണ്ട്, ഇപ്പോഴല്ല. പിന്നെ പാല് വാങ്ങാൻ പോയിരിക്കും, അതുകൊണ്ടാണ് കേട്ടോ. നെക്സ്റ്റ് ഇനിയിപ്പോൾ ഒടിയൻ എന്ന ചിത്രത്തിൽ മോഹൻലാലിൻ്റെ ഒരു ഡയലോഗ് നമ്മുടെ അച്ചുമാമ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. കാലമേ നന്ദി. കഴിഞ്ഞ കുറേ വർഷങ്ങളെ ഇങ്ങനെ തോൽപ്പിക്കാൻ സാധിച്ചതിൽ എൻ്റെയും തേൻകുറിശിയുടെയും സംഭവബഹുലമായ കാലഘട്ടത്തിൽ എന്നെ വിളിച്ചതിന് നന്ദി നന്ദി നന്ദി. നെക്സ്റ്റ് ഒരു പാട്ട്. അതായത് സൂപ്പർ ഹിറ്റ് ചിത്രമായ ലേലം എന്ന ചിത്രത്തിലെ സൂപ്പർ ഹിറ്റ് ഡയലോഗ് ഒരു പാട്ടാക്കിയാൽ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. ഓക്കെ.
തിരുമേനി പച്ചന്തേ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. നേരാ തിരുമേനി പച്ചന്തേ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. മരം വെട്ടുകാരനാമെൻ്റെ അച്ഛൻ എൻ്റെ അമ്മച്ചിയെ കീറി പിടിച്ച. മരം വെട്ടുകാരനാമെൻ്റെ അച്ഛൻ എൻ്റെ അമ്മച്ചിയെ കീറി പിടിച്ച. റേഞ്ചർ സായിപ്പിനെ ഒറ്റ വെട്ടിന് രണ്ട് തുണ്ടമായി ദേ കിടക്കണ്. റേഞ്ചർ സായിപ്പിനെ ഒറ്റ വെട്ടിന് രണ്ട് തുണ്ടമായി ദേ കിടക്കണ്. ഇത് സ്വന്തമായിട്ട് സ്വന്തം രചന ആയിട്ട് ചെയ്തതാണ്. ഓക്കെ. കാര്യം നമ്മുടെ പാരഡി രാജാവ് നാദൃഷാടൊക്കെ ഗാനങ്ങൾ കേട്ടുകൊണ്ടാണ് ഇതിലേക്ക് കൂടുതൽ വരാറുള്ളത്. വേറെ ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്, ഓക്കെ ട്രാക്ക് ഇട്ട് ഇത് പാടിയെന്നുള്ളേ ഉള്ളൂ. ഓക്കെ. നാദിക എങ്ങനെയുണ്ടായിരുന്നു? മൻസൂർ ഓച്ചിറ അല്ലേ? ഓച്ചിറ. ഇതിനു മുമ്പ് സ്റ്റേജ് എക്സ്പീരിയൻസ് എത്രത്തോളം ഉണ്ട് മൻസൂറിന്? സ്റ്റേജ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. ഏതെങ്കിലും ട്രൂപ്പിൻ്റെ കൂടെ ഉണ്ടായിരുന്നു? കുറേ ട്രൂപ്പുകളുണ്ടായിരുന്നു, ഇഷ്ടം സ്വന്തമായിട്ടുണ്ടായിരുന്നു. ശരി, അതിലൊക്കെ സ്റ്റാർസിനാണ് ചെയ്തിരുന്നത്? സ്റ്റാർസ് പിന്നെ ഈ പാരഡികൾ അപ്പോൾ അതൊക്കെയാണ് ചെയ്തിരുന്നത്. അല്ല, എനിക്ക് ഏറ്റവും ഒരു മാച്ചായിട്ട് തോന്നിയത് നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെയാണ്. ബാക്കി കുഴപ്പമില്ല. നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് ഈ മറ്റേ ഇപ്പോൾ ശ്രീനേട്ടൻ്റെ ഒക്കെ പഴയ ശബ്ദം ആയിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം പിന്നെ മമ്മൂക്കയുടെ വോയിസിൻ്റെ ആണെങ്കിലും മമ്മൂക്കയുടെ ഇപ്പോഴത്തെ വോയിസും പഴയ വോയിസും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ചേഞ്ച് ഉണ്ട്, അത്രയാണ്. താങ്ക് യു സോ മച്ച്. ബൈ ചേട്ടാ. ഉമ്മൻചാണ്ടി സാറിൻ്റെ നല്ലതായിരുന്നു. താങ്ക് യു. ഇനിയേട്ടൻ്റെ ഈ നാദൃഷ പറഞ്ഞ മാതിരി പഴയ കാലത്തെ ശബ്ദമാണത്, ഇന്നത്തെ ശബ്ദമല്ല. മമ്മൂക്കയുടേത് മാത്രം അത്ര ശരിയായില്ല. റെഡിയാക്കാം. ബാക്കിയൊക്കെ കൊള്ളാം. താങ്ക് യു ഏട്ടാ, താങ്ക് യു സോ മച്ച്. നസീർക്ക? അല്ല, ഞാൻ ആദ്യം തന്നെ ഇത് ഉമ്മൻചാണ്ടി സാറിൻ്റെ കേട്ടപ്പോൾ ഞാൻ പറഞ്ഞത് ഉഗ്രനായിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് സാധാരണ മിക്കപ്പോഴും ഉമ്മൻചാണ്ടി സാറിനെ ചെയ്യുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കൂട്ടി ചെയ്യാറുണ്ട്. പക്ഷെ ഇത് നല്ല വോയിസ് ആയിരുന്നു, അതിൻ്റെ മീറ്ററും കറക്റ്റാണ്. എനിക്ക് ഈ പറഞ്ഞ പോലെ മമ്മൂക്കയുടെ കാര്യം ആ പടത്തിലും മമ്മൂക്ക കുറച്ചും കൂടി പിടിച്ച ഡയലോഗ് പറയും, ഭയങ്കര കുറച്ചുകൂടെ ഭയങ്കര ഞാൻ നിങ്ങളുടെ വിനുവല്ല അങ്ങനെയൊക്കെ പറഞ്ഞു ഭയങ്കര പിടിച്ചിട്ടാണ് പറഞ്ഞത്. എനിക്കതിപ്പോൾ പറയാൻ പറ്റുന്നില്ല, ഉള്ളിലിരുത്തിയാ പറഞ്ഞിരിക്കുന്നത് അതിനകത്തെ വോയിസ് മൊത്തം. അപ്പൊ ആ ഒരു തൊണ്ടേന്നാണ് വന്നിരിക്കുന്നത്. ആ സിനിമയിലെ മൊത്തം ഡബ്ബിങ് അങ്ങനെയായിരുന്നു. എനിക്ക് തോന്നുന്നത് മമ്മൂക്കയുടെ ഒരു ശൈലിയും കൂടെ വരാനുണ്ട്. മിക്കപ്പോഴും നമ്മൾ മിമിക്രി പലരും പഠിക്കുമ്പോൾ വോയിസിനേക്കാൾ കൂടുതൽ അവരുടെ ശൈലി കറക്റ്റ് ആക്കുക എന്നുള്ളതാണ്. അപ്പം തന്നെ നമുക്ക് പെട്ടെന്ന് ആളാണെന്ന് തോന്നും. പിന്നെ വോയിസ് ഒന്ന് അങ്ങോട്ട് വന്നാൽ മതി എന്നുള്ളതാണ്. അപ്പം ആ ശൈലിയിലേക്ക് ഒന്ന് വരാനുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. ബാക്കി പറഞ്ഞ പോലെ എന്താണ് അച്ഛനും സഹമൊക്കെ നന്നായിരുന്നു. ഉമ്മൻചാണ്ടി സാർ ഗംഭീരമായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ മൻസൂർ, താങ്ക് യു സോ മച്ച് കോമഡി മാസ്റ്റേഴ്സിൽ വന്നതിലും ഇങ്ങനെ കുറേ നല്ല പെർഫോമൻസ് ഞങ്ങൾക്ക് തന്നതിലും.